അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി ക്രാബും ചെമ്മീനുമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രോസൺ ആണ് കേട്ടോ ക്രാബ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ക്രാബ്. സലാഡിലേക്കൊക്കെ ഇത് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സവാള ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. രണ്ടും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം വെന്ത് കിട്ടുമ്പോൾ നമ്മൾ വേപ്പലും അതേപോലെ തന്നെ കുറച്ച് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ചെമ്മീനും സവാളയും മിക്സ് ചെയ്തതൊക്കെ ഒന്നും കൂടെ വെന്ത് കിട്ടുമ്പോൾ ഒരു 1/4 ഭാഗം വേവാകുമ്പോഴാണ് തേങ്ങ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിയും. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യട്ടോ. അപ്പം നമ്മുടെ ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ വെച്ച് ക്രാബ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ക്രാബ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സവാളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതും ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ക്രാബും ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് പറയണം. ദോശയിലേക്കും ചോറിലേക്കൊക്കെ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഒരിത്തിരി മീൻകറി വെക്കുന്നുണ്ട്, തളയനാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചൂടാക്കുമ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ മുളകും 2 ടേബിൾ സ്പൂൺ മുളക്, മഞ്ഞൾപ്പൊടിയും കൂടി തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. അതേപോലെ തിളച്ച വെള്ളത്തിൽ തന്നെ കുടംപുളി ഇട്ട് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായി വെന്ത് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ വെന്ത് വരുമ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉലുവ പൊട്ടിച്ചതും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ച് കൊടുക്കുക. ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ വട്ടന അരിഞ്ഞിട്ട്, വലിയ ചെറുനാരങ്ങ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അധികം ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ട് കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല. വട്ടൻ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.